Okay. So CISC versus RISC architecture എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ആക്ച്വലി പറയുന്നത് കമ്പ്യൂട്ടേഴ്സിന്റെ പ്രോസസർ എന്ന് പറയുന്ന ഹാർഡ്വെയർ കമ്പോണന്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റുകളായ ALUം കൺട്രോൾ യൂണിറ്റും ഉൾക്കൊള്ളുന്നത് പ്രോസസർ എന്ന് പറയുന്ന ഹാർഡ്വെയറിലാണ്. ആ പ്രോസസർ എന്ന് പറയുന്ന ഹാർഡ്വെയറിനെ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള രണ്ട് ആർക്കിടെക്ചേഴ്സിനെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. CISC എന്ന് പറഞ്ഞാലും RISC എന്ന് പറഞ്ഞാലും CISCയും RISCയും രണ്ടും എന്താണ്? 2 ടൈപ്സ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ആണ്. ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം പ്രോസസർ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 ടൈപ്പ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ആണ് CISC ആൻഡ് RISC എന്ന് പറയുന്നത്. അത് രണ്ടും ഒരു കമ്പാരിസൺ പോലെയാണ് നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുള്ളത്. സോ നമുക്ക് CISC എന്താണെന്ന് പറഞ്ഞിരിക്കണം, RISC എന്താണെന്ന് പറഞ്ഞിരിക്കണം, അത് തമ്മിലുള്ള ഒരു ഡിഫറൻസും അതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അത് CISC എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫസ്റ്റ് നമുക്ക് CISCൽ നിന്ന് തുടങ്ങാം. കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആണ്. കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ആ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസർ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസിനെ ആയിരിക്കും. ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസിനെ ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് ആഡ് A, B. അതൊരു ഇൻസ്ട്രക്ഷൻ ആണ്. ആഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോസസറിന് മനസ്സിലാകുന്ന ഭാഷയിൽ കൊടുക്കുന്ന ഒരു അസംബ്ലി ലാംഗ്വേജ് കോഡിൽ വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ആഡ് A, B എന്ന് പറയുന്നത്. CISC ആർക്കിടെക്ചർ അല്ലെങ്കിൽ CISC ഡിസൈൻ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോസസർ ആണ് എങ്കിൽ, CISC ആർക്കിടെക്ചർ വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രോസസർ ആണ് എങ്കിൽ ഈ ആഡ് A, B എന്നൊരു ഒറ്റ ഇൻസ്ട്രക്ഷനിലൂടെ ആ ഒരു ഇൻസ്ട്രക്ഷനിലൂടെ മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് A, B എന്ന് പറയുന്ന പൊസിഷനുകളിൽ അല്ലെങ്കിൽ A, B എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻസിലുള്ള ഡേറ്റ പോയി എടുത്ത് ഫെച്ച് ചെയ്യുന്നു. ആ ഫെച്ച് ചെയ്യുന്ന ഡേറ്റാസ് തമ്മിൽ അഡീഷൻ നടത്തുന്നു. അഡീഷൻ ചെയ്തതിന് ശേഷം എന്താണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അത് തിരിച്ച് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ഇത്രയും ഫങ്ഷൻസ് ആഡ് A, B എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷനിൽ നടക്കുന്നുണ്ട്. സോ മൾട്ടിപ്പിൾ ലോ ലെവൽ ഓപ്പറേഷൻസ് ചേർന്ന ഒരു കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് ഈ CISC എന്ന് പറയുന്ന ആർക്കിടെക്ചർ ഡിസൈനിങ്ങിൽ വരുന്നത്. ആം ഐ ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? CISC എന്ന് പറഞ്ഞാലും RISC എന്ന് പറഞ്ഞാലും 2 ടൈപ്സ് ഓഫ് എന്താണ് ആർക്കിടെക്ചർ ഡിസൈനിങ് ആണ്. പ്രോസസറിലെ ആർക്കിടെക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രോസസറിന്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ് വരേണ്ടത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഹൗ എന്നല്ല വാട്ട്, എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ആർക്കിടെക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. സോ ഒരു പ്രോസസറിനെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് CISC ആർക്കിടെക്ചറിലും ഡിസൈൻ ചെയ്യാം, RISC ആർക്കിടെക്ചറിലും ഡിസൈൻ ചെയ്യാം. 2 ടൈപ്സ് ഓഫ് ഡിസൈനിങ് ആണ് ഒരു പ്രോസസറിന്റെ. CISC യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസർ ഇന്റലിന്റെ ചില പ്രോസസേഴ്സ് ഒക്കെ CISC ആർക്കിടെക്ചറിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആ CISC ആർക്കിടെക്ചർ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ ലാർജ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷനെ ഉണ്ടാവുകയുള്ളൂ. ആഡ് A, B എന്നൊരു സിംഗിൾ ലൈൻ ഇൻസ്ട്രക്ഷൻ ആണ് എങ്കിൽ ആ അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്തൊക്കെ ലോ ലെവൽ ഓപ്പറേഷൻസ് ഉണ്ടോ അതിൽ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് A എന്ന് പറയുന്ന മെമ്മറിയിലും B എന്ന് പറയുന്ന മെമ്മറിയിലും എന്താണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ആ ലൊക്കേഷനിൽ ഇരിക്കുന്നത് അത് മെമ്മറിയിൽ പോയി ഫെച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ബേസിക് ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ പഠിച്ചതാണ് ഫെച്ച് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫെച്ച് ചെയ്യുന്നതെന്ന്. രണ്ടാമത്തെ കാര്യം ആഡ് എന്ന് പറയുന്ന അഡീഷൻ ഓപ്പറേഷൻ ALU യൂണിറ്റിലിട്ട് പെർഫോം ചെയ്യണം. മൂന്നാമത്തെ കാര്യം അങ്ങനെ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി റൈറ്റ് ചെയ്യണം? നമ്മൾ മെമ്മറിയിലാണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതോ ഡയറക്ട്ലി ഔട്ട്പുട്ട് കൊടുക്കുകയാണോ ആ ഒരു പർട്ടിക്കുലർ ഹാർഡ്വെയർ കമ്പോണന്റിലേക്ക് എത്തിക്കണം. സോ ഇത്രയും സ്റ്റെപ്സ് ഈ ആഡ് A, B എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. എവിടെ? CISC ആർക്കിടെക്ചർ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ. ഓക്കെ, ഒരു ഒറ്റ ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിലും അതിന്റെ ഉള്ളിലെ മൾട്ടിപ്പിൾ ലോ ലെവൽ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതായത് മെമ്മറിയിൽ നിന്ന് ഡേറ്റ ലോഡ് ചെയ്യുന്നു, അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, ആ റിസൾട്ടിനെ ബാക്ക് ടു മെമ്മറി സ്റ്റോർ ചെയ്യുന്നു. എല്ലാം നടക്കുന്നത് ഈ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷന്റെ ബേസിസിലാണ്. എല്ലാം നടക്കുന്നത് ഈ ഒരു ഒറ്റ ഇൻസ്ട്രക്ഷന്റെ ബേസിസിലാണ്. അതാണ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ലോ ലെവൽ ഓപ്പറേഷൻസ് ചേർന്നിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഈ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി CISC എന്ന് പറയുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണല്ലോ നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമില് നമ്പർ ഓഫ് ലൈൻ അല്ലെങ്കിൽ കോഡുകളുടെ ലൈൻ എന്ത് ചെയ്യുക, കുറയ്ക്കുക. എത്രത്തോളം കുറച്ച് പ്രോഗ്രാം എത്രത്തോളം കുറഞ്ഞ ലൈൻ ഓഫ് കോഡിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ലൈൻ ഓഫ് കോഡ് കുറയ്ക്കുക. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ സിസ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിനുള്ളത്. അതുപോലെ തന്നെ ലൈൻ ഓഫ് കോഡ് കുറയുമ്പോൾ തന്നെ ഇപ്പൊ ലൈക്ക് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മതി. അതിന്റെ ബാക്ക് എൻഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, മെമ്മറിയിൽ പോയി ലോഡ് ചെയ്യണം, അത് തമ്മിൽ അഡീഷൻ ചെയ്യണം, അതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യണം. ഈ വക ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് എല്ലാം അതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അതാണ് അവിടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, പ്രോഗ്രാമിംഗ് ഈസിയർ ആക്കുന്നു. മൂന്നാമത്തെ കൺസെപ്റ്റ് സെയിം തന്നെയാണ്. ലൈൻ ഓഫ് കോഡ് കുറവായതുകൊണ്ട് തന്നെ മെമ്മറി, എത്രത്തോളം യൂസേജ് ഓഫ് മെമ്മറി, നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് മെമ്മറി ആവശ്യമായി വരുന്നു. പ്രോഗ്രാമിന്റെ ലെങ്ത് കുറയുന്നതോളം നമുക്ക് എന്താണ് കുറച്ച് മെമ്മറി ആവശ്യമായേ വരുന്നുള്ളൂ. സോ മെമ്മറിയുടെ യൂസേജ് കുറയ്ക്കാൻ പറ്റുന്നു. ഈ 3 ഒബ്ജക്റ്റീവ് ആണ് സിസ്ക് അല്ലെങ്കിൽ ഈ 3 ഒരു ബെനിഫിറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ ആവശ്യമായ ലൈൻ ഓഫ് കോഡുകൾ അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് കുറയുന്നു. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രോഗ്രാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് മെമ്മറി യൂസേജ് കുറയ്ക്കാൻ പറ്റുന്നു ലൈൻ ഓഫ് കോഡ് കുറച്ചായതുകൊണ്ട്. ഓക്കെ, ഇനി അതിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സിസ്ക് ആർക്കിടെക്ചർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ആർക്കിടെക്ചർ ഉപയോഗിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സറിന്റെ കുറച്ച് കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്ന സംഭവം പ്രോസസ്സറിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഇൻസ്ട്രക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. സോ ആ ഇൻസ്ട്രക്ഷൻ സെറ്റ് സിസ്ക് ആർക്കിടെക്ചർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു പ്രോസസ്സറിന്റെ ആ സിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സറിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെറുതായിരിക്കുമോ വലുതായിരിക്കുമോ ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. സിസ്ക് ആർക്കിടെക്ചർ ലാർജ് ഇൻസ്ട്രക്ഷൻ സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആണ്. അതൊരു പോയിന്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ ലെങ്ത്. നമ്മൾ സിസ്ക് ആർക്കിടെക്ചർ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ സിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് ഫിക്സഡ് ആണോ വേരിയബിൾ ആണോ, അതാണ് അവിടെ പറയുന്നത്. സിസ്ക് ആർക്കിടെക്ചറിൽ ഫിക്സഡ് ആയിരിക്കില്ല, വേരിയബിൾ ലെങ്ത് ഇൻസ്ട്രക്ഷൻ ആണ്. വേരിയബിൾ ലെങ്ത് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ അഡീഷൻ ആഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുന്നത് എങ്കിൽ ആ ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് എന്ന് വെച്ചാൽ സൈസ് 32 ബിറ്റ് സൈസ് ആണ് എങ്കിൽ അടുത്ത ഒരു ഓപ്പറേഷൻ ഞാൻ ഉപയോഗിക്കുന്നത് സബ്സ്ട്രാക്ഷൻ ആണ്. ആ സബ്സ്ട്രാക്ഷന് വേണ്ടി ഞാൻ കൊടുക്കുന്നത് സബ് എന്ന് പറയുന്ന ഒരു കോഡാണ്. ആ സബ് എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ ആ സബ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന്റെ സൈസ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആയിക്കൊള്ളണം എന്നില്ല, 64 ബിറ്റ് ആകാം. സോ പല ഇൻസ്ട്രക്ഷൻസ് നമ്മളൊരു ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ ഡെവലപ്പ് ചെയ്യുന്ന ലൈക്ക് സിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സറിൽ ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻസിന് ഡിഫറെന്റ് സൈസ് ആയിരിക്കും. ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ സൈസ് പറയുന്നില്ല, വേരിയബിൾ ലെങ്ത് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് പോലെ പറയുന്നതാണ് മെമ്മറി ടു മെമ്മറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് സിസ്ക് ആർക്കിടെക്ചർ യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് മെമ്മറിയിൽ നിന്ന് ഡയറക്ട്ലി ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് സിസ്ക് ആർക്കിടെക്ചറിൽ. അതാണ് മെമ്മറി ടു മെമ്മറി ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സറിന് ആഡ് എ കോമ ബി എന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ എ ബി എന്ന് പറയുന്നത് മെമ്മറിയിൽ നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ലൊക്കേഷനുകളാണ്. സോ ആഡ് എ കോമ ബി എന്നൊരു ജസ്റ്റ് ഇൻസ്ട്രക്ഷനിലൂടെ ആ മെമ്മറിയിൽ പോയി എ എന്ന് പറയുന്ന ലൊക്കേഷനിലും ബി എന്ന് പറയുന്ന ലൊക്കേഷനിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാസിനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ റീഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പെർമിഷൻ സിസ്ക് ആർക്കിടെക്ചർ വച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോസസ്സറിനുണ്ട്. ഡയറക്റ്റ് മെമ്മറിയെ ആക്സസ് ചെയ്യാൻ ഏത് ഇൻസ്ട്രക്ഷനും പറ്റും. അഡീഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഏത് ഇൻസ്ട്രക്ഷൻ സെറ്റിനും ഡയറക്റ്റ് മെമ്മറിയിൽ പോയി റീഡ് ചെയ്യാനുള്ള ഒരു അനുവാദമുണ്ട് സിസ്ക് ആർക്കിടെക്ചറിൽ. ഓക്കെ, നാലാമത്തേതാണ് മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾ. മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾ വേണ്ടി വരുന്നു. അതായത് ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ആഡ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിന്റെ ബിഹൈൻഡിൽ 3 പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഒന്ന് മെമ്മറിയിൽ പോയി ഡേറ്റ എടുത്തിട്ട് വരണം, 2 ALU വെച്ച് ആ ഡേറ്റാസിനെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, 3 അങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടിന് നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യണം, തിരിച്ച് മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം. സോ ഈ 3 പ്രോസസ്സും ഈ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷന്റെ ഉള്ളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾ ആവശ്യമാണ്.
സിസ്ക് ആർക്കിടെക്ചറിൽ സിമ്പിൾ അല്ല, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ഒറ്റ ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾ, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഒരു സൈക്കിൾ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ സൈക്കിൾ ആവശ്യമായി വരുന്നു. ഇനി അഞ്ചാമത്തെ സംഭവം എന്ന് പറയുന്നത് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതായത് ഈ പ്രോസസറിന്റെ അകത്ത് തന്നെ വരുന്ന ഒരു യൂണിറ്റ് ആണ് ALU യൂണിറ്റും കൺട്രോൾ യൂണിറ്റും. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് മറ്റെല്ലാ യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യാനും ടൈം സിഗ്നൽ ജനറേറ്റ് ചെയ്യാനും എപ്പോൾ ഏത് ടാസ്ക് പെർഫോം ചെയ്യണം എന്ന് പറയാനൊക്കെയാണ് നമ്മൾ പറഞ്ഞു. സോ ഈ കൺട്രോൾ യൂണിറ്റ് നമുക്ക് രണ്ട് രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. ഒന്നുകിൽ ഒരു മൈക്രോ പ്രോഗ്രാംഡ് കൺസെപ്റ്റ് വെച്ചുകൊണ്ട്, മൈക്രോ പ്രോഗ്രാംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺട്രോൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഹാർഡ്വെയർ കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ രണ്ട് ടൈപ്പ് ഓഫ് കൺട്രോൾ യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ സിസ്ക് ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്ന പ്രോസസറിൽ മിക്കപ്പോഴും മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. കൺട്രോൾ യൂണിറ്റ് രണ്ട് രീതിയിലുണ്ട്, മൈക്രോ പ്രോഗ്രാം ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്, ഹാർഡ്വെയർ ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്. സോ മൈക്രോ പ്രോഗ്രാംഡ് വൺ ആയിരിക്കും സിസ്ക് ആർക്കിടെക്ചർ യൂസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസറിൽ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒന്നാമത്തതാണ് അഡ്രസ്സിംഗ് മോഡ്. അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ മെമ്മറിയിൽ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ആ ഡേറ്റയ്ക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, എന്ത് സാധനം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും അതിനൊരു അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. കാരണം ആ അഡ്രസ്സ് അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പിന്നീട് ആ ഡേറ്റയെ റിട്രീവ് ചെയ്യാൻ പറ്റുന്നത്. സോ എന്ത് സാധനമാണെങ്കിലും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിന് ഓട്ടോമാറ്റിക്കലി ഒരു അഡ്രസ് ജനറേഷൻ നടക്കുന്നുണ്ട്. അത് പല രീതിയിലുണ്ട്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് ഉണ്ട്, ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് ഉണ്ട്. അങ്ങനെ ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു അഡ്രസ്സിംഗ് നടത്തിയിരിക്കുന്നത്. സിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിക്കുന്ന ഒരു പ്രോസസർ ആണെങ്കിൽ പല രീതിയിലുള്ള അഡ്രസ്സിംഗ് മോഡിനെയും അത് സപ്പോർട്ട് ചെയ്യുന്നു. ഡയറക്റ്റ് ആണെങ്കിലും ഇംപ്ലിസിറ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും എന്ത് മെത്തേഡ് ഓഫ് അഡ്രസ്സിംഗ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഏതില്, സിസ്ക് ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്ന പ്രോസസറിൽ. ലാസ്റ്റ് വൺ ഡിഫിക്കൽട്ട് പൈപ്പ്ലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. പൈപ്പ്ലൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറ്റ് എ ടൈം കമ്പ്യൂട്ടറിൽ മൾട്ടിപ്പിൾ ടാസ്കുകൾ പെർഫോം ചെയ്യണമെങ്കിൽ ആ ടാസ്കുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിക്ക്, ലൈക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയർ ഡിസ്ട്രിബ്യൂഷൻ ഓവർലാപ്പ് ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയാണോ ഹാർഡ്വെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആ രീതിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ ടാസ്കുകൾ അറ്റ് എ ടൈം ഓവർലാപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ആ പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റുന്ന, കമ്പ്യൂട്ടറിന് പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് അതിന്റെ പൈപ്പ്ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇവിടെ സിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിക്കുന്ന പ്രോസസ്സറുകളെ സംബന്ധിച്ചിടത്തോളം പൈപ്പ്ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ കാരണം പൈപ്പ്ലൈൻ ചെയ്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസിന് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാസ്കുകൾ ഒരുമിച്ച് ഓവർലാപ്പ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ സൈസ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കണം. സെയിം സൈസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, സെയിം സൈസിലുള്ള അല്ലെങ്കിൽ സെയിം ലെങ്തിലുള്ള ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ സമയം, ആ ഒരു പർട്ടിക്കുലർ സമയം വേണ്ടത്, ആ പർട്ടിക്കുലർ രണ്ട് ഇൻസ്ട്രക്ഷൻസ് പാരലി നടത്താൻ വേണ്ട സമയം എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ കേസിൽ ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻസിന് ഡിഫറെന്റ് വേരിയബിൾ ലെങ്ത് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൈപ്പ്ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് സിസ്ക് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അതിന്റെ എക്സാമ്പിൾസ് ഓഫ് സിസ്ക് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് സിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചില പ്രോസസ്സറുകൾക്കാണ്. ഫോർ എക്സാമ്പിൾ, ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയിലെ 86 ഫാമിലിയിൽ പെടുന്ന, അതായത് 8086 ആകാം, 80286 ആകാം, അങ്ങനെ പല ലൈക്ക് 86 എന്ന എൻഡിങ് വരുന്ന ഫാമിലിയിൽ പെടുന്ന പ്രോസസ്സേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് സിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ്. പെന്റിയം എന്ന് പറയുന്ന പ്രോസസ്സർ ഉണ്ടാക്കിയിരിക്കുന്നത് സിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ചാണ്. ദെൻ VX എക്സാമ്പിൾ ആണ്, മോട്ടറോളയുടെ 68000 എന്ന് പറയുന്നതൊക്കെ എന്താണ്, സിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോസസ്സറുകൾക്ക് എക്സാമ്പിൾസ് ആണ്. സോ എല്ലാ ആർക്കിടെക്ചർ അത്യാവശ്യം ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സിസ്ക് ആർക്കിടെക്ചറിന്റെ ഫുൾ ഫോം ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? സിസ്ക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ സിസ്കിന്റെ ഫുൾ ഫോം കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അപ്പൊ സിസ്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. റിസ്കിലേക്ക് കടന്നാലോ? സിസ്ക് എന്ന് പറയുന്നതും റിസ്ക് എന്ന് പറയുന്നതും എന്താണ്, ഒരു പ്രോസസ്സർ എങ്ങനെ ഡിസൈൻ ചെയ്യാം. ഒരു പ്രോസസ്സർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 ടൈപ്സ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ആണ്. അതിൽ സിസ്ക് ആർക്കിടെക്ചറിന് എന്തായിരുന്നു, കോംപ്ലക്സ് ആയിരുന്നു, ലാർജ് ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ അവൈലബിൾ ആയിരുന്നു. പിന്നെ പറയുന്നത് എന്തായിരുന്നു, ഫിക്സഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ലൈക്ക് ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് അല്ല, അതുകൊണ്ട് തന്നെ പൈപ്പ്ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിഫിക്കൽട്ട് ആയിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. എന്നാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആണ്. എന്താണ്, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആണ്. റിസ്ക് എന്ന് പറഞ്ഞ ഒരു അപ്രോച്ച് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച്
ഫിക്സഡ് ലെങ്ത് ഫോർമാറ്റില് ഒത്തിരി രജിസ്റ്റേഴ്സിന്റെ സഹായത്തോടു കൂടി ആ 3 പോയിന്റ്സ് ഓർത്തിരിക്കണം. സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ലെങ്ത്, ഇൻസ്ട്രക്ഷൻസിന്റെ ലെങ്ത് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറെ അധികം രജിസ്റ്റേഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? സ്പീഡും എഫിഷ്യൻസിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രോസസറിന്റെ സ്പീഡും എഫിഷ്യൻസിയും കൂട്ടുന്നതിനായിട്ട് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കുന്നു, ഫിക്സഡ് ലെങ്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കുന്നു, ഒത്തിരി രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് വരുന്നത് നോക്കാം. സ്മോൾ സെറ്റ് നമ്മൾ പറഞ്ഞെന്തായിരുന്നു? സിസ്കിനെ സംബന്ധിച്ചിടത്തോളം ലാർജ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അവൈലബിൾ ആയിരുന്നു. പക്ഷെ റിസ്കിനെ സംബന്ധിച്ചിടത്തോളം സ്മോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസേ അവൈലബിൾ ഉള്ളൂ. പക്ഷെ അവയെല്ലാം സിമ്പിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിരിക്കും. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്തു വിടാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഫാസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വരുന്നത്. ഇനി ഓരോ ഇൻസ്ട്രക്ഷൻസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അഡീഷന് വേണ്ടിയിട്ടാണെങ്കിലും സബ്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും ഓരോ ഇൻസ്ട്രക്ഷൻസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ക്ലോക്ക് സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കും. ഒത്തിരി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകുമെങ്കിലും ഓരോ ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഓരോ ലൈൻ ഓഫ് കോഡ് ഇൻസ്ട്രക്ഷൻസും ഒരു സിംഗിൾ ക്ലോക്ക് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന രീതിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലോഡ്, LOAD ലോഡ്, STORE സ്റ്റോർ, ഈ 2 ഇൻസ്ട്രക്ഷന് മാത്രമേ മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോർ ഓപ്പറേഷനും, മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും റീഡ് ചെയ്യണം അല്ലെങ്കിൽ ഫെച്ച് ചെയ്യണമെങ്കിൽ ലോഡ് ഓപ്പറേഷനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിസ്കിന്റെ കേസിൽ അങ്ങനെയായിരുന്നില്ല. ഏത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ആ ഓപ്പറേഷനെ ഡയറക്റ്റ് ചെന്ന് മെമ്മറിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ റിസ്കിന്റെ കേസിൽ അങ്ങനെയല്ല. ലോഡ് അല്ലെങ്കിൽ സ്റ്റോർ, ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ വെച്ച് മാത്രമേ നമുക്ക് മെമ്മറിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആക്സസ് കിട്ടുകയുള്ളൂ. മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും ഫെച്ച് ചെയ്യുക അല്ലെങ്കിൽ റീഡ് ചെയ്യാനാണെങ്കിൽ ലോഡ് ഇൻസ്ട്രക്ഷനും, മെമ്മറിയിലേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യാനാണെങ്കിൽ സ്റ്റോർ ഇൻസ്ട്രക്ഷനും നമ്മൾ ഉപയോഗിക്കുന്നു. കാരണം ആ 2 ഇൻസ്ട്രക്ഷന് മാത്രമേ മെമ്മറി ആക്സസ് പെർമിഷൻ ഉള്ളൂ റിസ്ക് ആർക്കിടെക്ചറില്. ഇനി ഒരു ഇൻസ്ട്രക്ഷൻ പെർ മെഷീൻ സൈക്കിൾ ആണ്. മെഷീൻ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 ഓപ്പറാൻസിനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന ആ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് അതിനെ തിരിച്ച് സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് ഒരു മെഷീൻ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ മെഷീൻ ഇൻസ്ട്രക്ഷനും ഓരോ മെഷീൻ സൈക്കിൾ എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അവിടെ മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾ ആയിരുന്നു സിസ്ക് ആർക്കിടെക്ചറിൽ. ഇവിടെ റിസ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ മെഷീൻ സൈക്കിൾ ആണ് പെർ ഇൻസ്ട്രക്ഷൻ. റിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോസസ്സറുകൾക്ക് എക്സാമ്പിൾ ആണ് ARM കമ്പനിയുടെ ചില പ്രോസസ്സറുകൾ, MIPS, സ്പാർക്ക്, ദെൻ റിസ്ക് 5 ആർക്കിടെക്ചർ അല്ലെങ്കിൽ റിസ്ക് 5 പ്രോസസ്സർ. സോ റിസ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആണ്. റെഡ്യൂസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് അല്ല എന്നുള്ള കൺസെപ്റ്റ് ആണ്. അവിടെ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇൻസ്ട്രക്ഷൻ വി യൂസ് ഇൻ റിസ്ക് ആർക്കിടെക്ചർ ബേസ്ഡ് പ്രോസസ്സേഴ്സ് ആർ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് and each instruction have a fixed length. ഓരോ ഇൻസ്ട്രക്ഷനും ഫിക്സഡ് ലെങ്ത് ആയിരിക്കും, സെയിം നമ്പർ ഓഫ് ലെങ്ത് ആയിരിക്കും. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒത്തിരി എമൗണ്ട് ഓഫ് രജിസ്റ്റേഴ്സിനെയാണ്. രജിസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പ്രോസസ്സറിന്റെ ഉള്ളിൽ സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ രജിസ്റ്റേഴ്സിന് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ സ്പീഡിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി റിസ്കിനെ സംബന്ധിച്ചിടത്തോളം സ്മോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫാസ്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു, സിമ്പിൾ ആയിട്ട് നടക്കുന്നു. പിന്നെ ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് സൈക്കിളിനുള്ളിൽ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നു. റിസ്ക് ആർക്കിടെക്ചറിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു ചോദിച്ചാൽ എക്സിക്യൂഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. എക്സിക്യൂഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തത്. ദെൻ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന സംഭവമാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റില് നമുക്ക് അറ്റ് എ ടൈം 3 ടാസ്ക് പെർഫോം ചെയ്യാനുണ്ട് എങ്കിൽ ആ ടാസ്കുകളെല്ലാം ഓവർലാപ്പ് ചെയ്ത് ലൈക്ക് ഒറ്റ ടൈമിൽ പെർഫോം ചെയ്യുന്ന രീതിക്ക് പാരലൽ എക്സിക്യൂഷൻ എന്നുള്ള രീതിക്ക് വരുന്നതാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇവിടെ റിസ്ക് ആർക്കിടെക്ചർ നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണം എന്നൊരു തിങ്കിങ് ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു സംഭവമാണ് എല്ലാ ഇൻസ്ട്രക്ഷൻസിനും ഫിക്സഡ് ലെങ്ത്, സെയിം ലെങ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. സോ അത് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റി. ഇനി അതുപോലെ തന്നെ ഹാർഡ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റി. ദെൻ എന്താണ്? ഒത്തിരി ടൈംസ് ലൈക്ക് ഒരു ഇൻസ്ട്രക്ഷന്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യാതെ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് റിസ്കിനകത്ത് പെർഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ നെക്സ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു റിസ്ക് വർക്ക് ചെയ്യുന്നതെന്ന്. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്
ആഡ് R1 R2 അവിടെ പറഞ്ഞതുപോലെ തന്നെ എ എന്ന് പറയുന്ന ലൊക്കേഷനിലും ബി എന്ന് പറയുന്ന ലൊക്കേഷനിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന എ എന്ന് പറയുന്ന ലൊക്കേഷനിലും ബി എന്ന് പറയുന്ന ലൊക്കേഷനിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയെ എടുത്തു കൊണ്ടുവന്ന് അഡീഷൻ പ്രോസസ് ചെയ്യണം. കോംപ്ലക്സ് സെറ്റ് ഇൻസ്ട്രക്ഷൻ സിസ്കിൽ പറഞ്ഞതുപോലെ തന്നെ സെയിം ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ നമ്പർ ഓഫ് ലൈൻ എത്രയാ നോക്കിക്കേ, 4 ലൈൻ ഓഫ് കോഡുകൾ എഴുതിയിട്ടുണ്ട്. ലോഡ് R1, A, ലോഡ് R2, B, ആഡ് R3, R1, R2, സ്റ്റോർ R3, C. അവിടെ നമ്മൾ ആഡ് എ ബി എന്ന് പറഞ്ഞ ഒറ്റ ഇൻസ്ട്രക്ഷനിൽ മെമ്മറി പോയി ഫെച്ച് ചെയ്ത് കൊണ്ടുവന്നു, അരിത്മെറ്റിക് ഓപ്പറേഷൻ ചെയ്തു, തിരിച്ചുള്ളതിനെ മെമ്മറി കൊണ്ട് സ്റ്റോർ ചെയ്തു വെച്ചു. ഈ 3 ലെവൽ ഓഫ് ലൈക്ക് 3 പ്രോസസ്സിംഗ് നടന്നത് ഒറ്റ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ പേരിലാണ്, ആഡ് എ ബി. എന്നാൽ റിസ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. റിസ്കിനെ സംബന്ധിച്ചിടത്തോളം എയും ബിയും തമ്മിലുള്ള അഡീഷൻ ആണ് സംഭവമെങ്കിലും ഡയറക്റ്റ് ആഡ് എ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ലൊക്കേഷനിലും ബി എന്ന് പറയുന്ന ലൊക്കേഷനിലും ഇരിക്കുന്ന ഡേറ്റ പോയി ആക്സസ് ചെയ്തു അരിത്മെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, റിസ്ക് ആർക്കിടെക്ചറിൽ മെമ്മറിയെ ആക്സസ് ചെയ്യാൻ പെർമിഷൻ ഉള്ള അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാൻ പെർമിഷൻ ഉള്ള ഇൻസ്ട്രക്ഷൻ ആണ് ലോഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മൾ അത് കൊടുക്കും, ലോഡ് R1, A. എന്തുകൊണ്ട് R1, A എന്ന് ചോദിച്ചാൽ, എ എന്ന് പറയുന്ന ലൊക്കേഷനിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ ആദ്യം റീഡ് ചെയ്ത് അല്ലെങ്കിൽ ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് R1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി ലോഡ് R2, B കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി എന്ന് പറയുന്ന ലൊക്കേഷനിൽ എന്താണോ ഉള്ളത് അതിനെ അവിടെ നിന്ന് റീഡ് ചെയ്ത് അല്ലെങ്കിൽ ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് പ്രോസസറിന്റെ അകത്തെ രണ്ടാമത്തെ ജനറൽ പർപ്പസ് രജിസ്റ്റർ ആയ R2ലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ എയിലെയും ബിയിലെയും കണ്ടന്റ് പ്രോസസറിൽ എത്തി. ആ പ്രോസസറിൽ എത്തിയ സംഭവത്തിനെയാണ് നമുക്ക് ഇനി അഡീഷൻ ചെയ്യാൻ പറ്റുന്നത്. ആഡ് R3, R1, R2 എന്ന് പറഞ്ഞാൽ R1 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള എ എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള കണ്ടന്റും R2 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള കണ്ടന്റും തമ്മിൽ ആഡ് ചെയ്തിട്ട് അഡീഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് എന്താണോ കിട്ടുന്നത്, R1ൽ 5 ആണെങ്കിൽ R2ൽ 3 ആണെങ്കിൽ 5ഉം 3ഉം ആഡ് ചെയ്ത് കിട്ടുന്ന 8 എന്ന് പറയുന്നതിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് R3 എന്ന് പറയുന്നത്. ഈ R3യിലേക്ക് സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ ഇനി മെമ്മറിയിലേക്ക് കൊണ്ടുപോയി റൈറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ് സ്റ്റോർ R3, C. മെമ്മറിയിലെ സി എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് R3യിലുള്ള വാല്യൂനെ റൈറ്റ് ചെയ്യണം. സോ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ് ആക്ച്വലി അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത്. ഈ അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഓരോ സിമ്പിൾ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അത്രയും സ്റ്റെപ്സ് 4 സ്റ്റെപ്പോളം ഇവിടെ വേണ്ടി വന്നു ഒരു ജസ്റ്റ് എ എന്ന് പറയുന്ന ലൊക്കേഷനിലും ബി എന്ന് പറയുന്ന ലൊക്കേഷനിലും ഇരിക്കുന്ന കണ്ടന്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ. എന്നാൽ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ലെങ്കിൽ സിസ്ക് ആർക്കിടെക്ചറിൽ ആ ഒരു ഒറ്റ ലൈൻ ഓഫ് കോഡില് ആഡ് എ ബി എന്ന് പറയുന്നതിൽ ഈ പ്രോസസ്സ് മുഴുവൻ നടക്കുന്നു. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അവിടെ ആഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് ഡയറക്റ്റ് മെമ്മറിയിൽ പോയി ഫെച്ച് ചെയ്ത് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. റിസ്ക് ആർക്കിടെക്ചർ വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസറിന് അങ്ങനെ ഡയറക്റ്റ് മെമ്മറിയിൽ പോയി ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് അവിടെ ലോഡ്, സ്റ്റോർ എന്നീ 2 ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് ആയിട്ടും വന്നേ പറ്റുള്ളൂ. അതുപോലെ തന്നെ രജിസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നത് റിസ്ക് ആർക്കിടെക്ചറിലാണ്. രജിസ്റ്റർ രജിസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് റിസ്കിലാണ്. റിസ്കിലും ഉണ്ട്. സോ ഓർത്തിരിക്കുക. ഇനി ഇതിനകത്ത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് റിസ്ക് ആയിട്ട് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോഡ് അല്ലെങ്കിൽ സ്റ്റോർ ആർക്കിടെക്ചർ. അതായത് ലോഡ് അല്ലെങ്കിൽ സ്റ്റോർ എന്ന് പറയുന്ന 2 ഇൻസ്ട്രക്ഷൻസിന് മാത്രമേ മെമ്മറി ആക്സസ് ഉള്ളൂ. സിസ്കിന്റെ കേസിലെ മെമ്മറി ടു മെമ്മറി ആക്സസ് ആയിരുന്നു. ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനും ഡയറക്റ്റ് മെമ്മറിയിൽ പോയി എടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 2 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന്, ലോഡ്, സ്റ്റോർ, ഈ 2 ഇൻസ്ട്രക്ഷൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് മെമ്മറിയിൽ പോയി ഒന്നുകിൽ ഫെച്ച് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. ബാക്കി എല്ലാ ഓപ്പറേഷൻസും ഇൻ ബിറ്റ്വീൻ രജിസ്റ്റർ ആണ് നടക്കുന്നത്, ഒരിക്കലും മെമ്മറിയിലേക്ക് പോകുന്നില്ല. Am I clear? ഓക്കെ. ഇനി നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ലെങ്ത് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സിസ്ക് ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം വേരിയബിൾ ലെങ്ത് ഇൻസ്ട്രക്ഷൻ ആണ് എങ്കിൽ റിസ്ക് ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് ലെങ്ത് ഇൻസ്ട്രക്ഷൻ ആണ്. എന്താണ്? ഫിക്സഡ് ലെങ്ത് ഇൻസ്ട്രക്ഷൻ ആണ്. യൂഷ്വലി 32 ബിറ്റ്സ് എന്നാണ് തന്നിട്ടുണ്ട്.
ഫിക്സഡ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 32 ബിറ്റ് ആയിരിക്കും എല്ലാ ഇൻസ്ട്രക്ഷൻസിനും. നമ്മൾ റിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രക്ഷനും, അഡീഷൻ ഓപ്പറേഷന്റെ ആവട്ടെ, ലോഡ് ഓപ്പറേഷന്റെ ആവട്ടെ, സ്റ്റോർ ഓപ്പറേഷന്റെ ആവട്ടെ, സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷന്റെ ആവട്ടെ, എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും അതിനൊരു ഫിക്സഡ് ലെങ്ത് ആയിരിക്കും. സോ ലെങ്ത് ഓഫ് ഇൻസ്ട്രക്ഷൻ വി യൂസ് ഇൻ റിസ്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസ്ക് ആർക്കിടെക്ചർ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, ഫെച്ച് ചെയ്യാനാണെങ്കിലും ഡീകോഡ് ചെയ്യാനാണെങ്കിലും പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് അവിടെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇനി ഈ റിസ്ക് ആർക്കിടെക്ചർ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോസസ്സറുകളിലാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. കാരണം സിസ്കിനെ സംബന്ധിച്ചിടത്തോളം രജിസ്റ്റേഴ്സ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിൽ വെക്കേണ്ട ഒരു സിനാരിയോ വരുന്നില്ല, ഡയറക്റ്റ് മെമ്മറി ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ. സോ ഇവിടെ എന്ത് വരുന്നു, നമുക്ക് ഒത്തിരി നമ്പർ ഓഫ് രജിസ്റ്റേഴ്സിന്റെ യൂസേജ് വരുന്നു, ലാർജ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, കൂടുതൽ മെമ്മറിനെ ആക്സസ് ചെയ്യുന്ന ടൈം കുറയ്ക്കുന്നു. അതെന്ത് ചെയ്യുന്നു, സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. സ്പീഡ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു ചോദിച്ചാൽ, നമുക്ക് ഓരോ ടൈമിലും കറക്റ്റ് മെമ്മറിയിൽ പോയി ആക്സസ് ചെയ്ത് കൊണ്ടുവരേണ്ട സെനാരിയോ ഇല്ല. രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്യാഷ് പോലെ ആക്ട് ചെയ്യുന്നു, നമുക്ക് രജിസ്റ്ററിൽ നിന്ന് ആക്സസ് ചെയ്താൽ മതി. പിന്നീട് വീണ്ടും മെയിൻ മെമ്മറി പോയി ലോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, സ്പീഡ് ഇൻക്രീസ് ആവുന്നു. മെമ്മറിയിൽ പോയി ഒരു സാധനം ഫെച്ച് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് രജിസ്റ്ററിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതും ഒരു റീസൺ ആണ് സ്പീഡ് ഇൻക്രീസ് ആവാനുള്ളത്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിൾ അഡ്രസ്സിംഗ് മോഡാണ്. സിമ്പിൾ അഡ്രസ്സിംഗ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിസ്കിനെ പോലെ പല ഡയറക്റ്റ്, ഇംപ്ലിസിറ്റ്, ഇൻഡയറക്റ്റ് അങ്ങനെയുള്ള പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡുകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആര്, റിസ്ക് ഒരു 1-2 കാറ്റഗറിയിൽ പെടുന്ന, അല്ലെങ്കിൽ യൂഷ്വലി 3 to 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിംഗ് മോഡിലുള്ള അഡ്രസ്സുകളെ മാത്രമേ അത് ഐഡന്റിഫൈ ചെയ്യുള്ളൂ. ആ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു നെഗറ്റീവ് തന്നെയാണ്. ഇനി അവിടെ നമ്മൾ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ആണ് ഉപയോഗിച്ചതെങ്കിൽ, റിസ്ക് ബേസ് ചെയ്ത് നമ്മൾ എന്താണ്, ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാർഡ്വെയർ ബേസ്ഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. ഹാർഡ്വെയർ ബേസ്ഡ് കൺട്രോൾ യൂണിറ്റ് ആണ്, മൈക്രോ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ല. അത് കുറച്ചുകൂടി ഫാസ്റ്റർ ആണ്, എഫിഷ്യന്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ 6ാമത്തെ ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈസി പൈപ്പ് ലൈനിങ് ആണ്. പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ പോസിബിൾ ആകുന്നത്, അല്ലെങ്കിൽ ഈസി പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റുകൾക്കെല്ലാം സെയിം ലെങ്ത് അല്ലെങ്കിൽ ഫിക്സഡ് ലെങ്ത് ആയതുകൊണ്ടാണ്. യൂഷ്വലി അത് 32 ബിറ്റ് ആണ്. സോ ഇത്രയാണ് എന്ത് പറയുന്നത്, റിസ്ക് ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി റിസ്കിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. എക്സിക്യൂഷൻ ഫാസ്റ്റർ ആണ്, സിമ്പിൾ ഹാർഡ്വെയർ ആണ്, പവർ കൺസംഷൻ കുറവാണ്, പൈപ്പ് ലൈനിങ് പോസിബിൾ ആകുന്നു, ബെറ്റർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, മോർ ലൈൻ ഓഫ് കോഡ്. അവിടെ നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവിലേക്ക് ഇവിടെ തിരിച്ചു വരുന്നു. മോർ ലൈൻ ഓഫ് കോഡ് വേണ്ടി വരുന്നു സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ദെൻ കമ്പൈലർ ഒപ്റ്റിമൈസേഷൻ, നല്ല കമ്പൈലർ ഒപ്റ്റിമൈസേഷൻ വേണം. കാരണം എന്താ വെച്ചാൽ ഓരോ ലൈൻ ഓഫ് കോഡിനെ കമ്പൈൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നു, നല്ല കമ്പൈലർ ഒപ്റ്റിമൈസേഷൻ വേണ്ടി വരുന്നു. ഇനി ഒത്തിരി മെമ്മറി യൂസേജ് വരുന്നു. എങ്ങനെയാ, ഒരു ഇൻസ്ട്രക്ഷൻ എഴുതേണ്ട സ്ഥലത്ത് 4 ഇൻസ്ട്രക്ഷൻ എഴുതേണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യുന്ന മെമ്മറിയും ഇൻക്രീസ് ആവുന്നു. അതാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിസ്കിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പറയാം, ലൈക്ക് ടൈപ്പ് ചെയ്യാം. സിസ്ക് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ ആണ്. മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, സിസ്കിനകത്ത് ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. സിസ്കിനകത്ത് ലാർജ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ്, അത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്നാൽ റിസ്ക് എന്ന് പറയുന്ന ആർക്കിടെക്ചറിൽ സ്മോൾ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റേ ഉള്ളൂ, പക്ഷെ സിമ്പിൾ ആണ്, സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് സിസ്കിനെ സംബന്ധിച്ചിടത്തോളം വേരിയബിൾ ലെങ്ത് ആണ്, റിസ്കിനെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് ലെങ്ത് ആണ്. യൂഷ്വലി 32 ബിറ്റ്സ് ലെങ്ത് ആണ് വരുന്നത്. എക്സിക്യൂഷൻ ടൈം എന്താണ്, മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾ എടുക്കുന്നു സിസ്കിനകത്ത്. കാരണം ഒരു കോംപ്ലക്സ് ഇൻസ്ട്രക്ഷനകത്ത് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. എന്നാൽ റിസ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോക്ക് സൈക്കിൾ പെർ 1 ഇൻസ്ട്രക്ഷൻ ആണ്. ഇനി മെമ്മറി ആക്സസിന്റെ കേസ് പറയുവാണെങ്കിൽ, സിസ്കിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട്ലി മെമ്മറിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. എന്നാൽ റിസ്ക് എന്ന് പറയുന്ന ആർക്കിടെക്ചറിൽ ലോഡ് അല്ലെങ്കിൽ സ്റ്റോർ
ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ആ 2 ഇൻസ്ട്രക്ഷൻസിന് മാത്രമേ മെമ്മറി ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ യൂണിറ്റ് സിസ്ക് ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം മൈക്രോ പ്രോഗ്രാംഡ് ആണ്. എന്നാൽ റിസ്ക് ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി ഒത്തിരി ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡുകളെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്ക് തന്നെയാണ്. ഫ്യൂ അഡ്രസ്സിംഗ് മോഡുകളെ ആര് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ? റിസ്ക് ആർക്കിടെക്ചർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി കോഡ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ലൈൻ ഓഫ് കോഡുകൾ നമ്മൾ എന്താണ് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ, ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ ലൈൻ ഓഫ് കോഡുകളുടെ എണ്ണം കുറവ് വരുന്നത് സിസ്ക് ആർക്കിടെക്ചറിലാണ്. എന്നാൽ റിസ്ക് ആർക്കിടെക്ചറിൽ ലാർജ് നമ്പർ ഓഫ് കോഡുകൾ വേണ്ടി വരുന്നു. പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആകുന്നു സിസ്ക് ആർക്കിടെക്ചറിൽ. കാരണം സിസ്ക് ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം ആ ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. എന്നാൽ റിസ്ക് ആർക്കിടെക്ചറിൽ ഫിക്സഡ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഈസിയാണ്. ഇനി പവർ കൺസപ്ഷൻ കൂടുതൽ വരുന്നത് കോംപ്ലക്സിനാണ്, ലോവർ ആയിരിക്കും റിസ്ക് ആർക്കിടെക്ചറിന്. പെർഫോമൻസ് കോംപ്ലക്സിറ്റി കാരണം സിസ്ക് ആർക്കിടെക്ചറിൽ കുറവാണ്, എന്നാൽ സിംപ്ലിസിറ്റി കാരണം റിസ്ക് ആർക്കിടെക്ചറിൽ കൂടുതലാണ്. എക്സാമ്പിൾസ് ഇന്റലിന്റെ 86 കാറ്റഗറിയിൽ പെടുന്നത്, ദെൻ മോട്ടറോള, പിന്നെ ARMന്റെ ചില പ്രോസസ്സറുകളൊക്കെ റിസ്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ച് വരുന്നതാണ്. ഓക്കെ ആണോ ഇത്ര നേരം പറഞ്ഞത്? ഇനി നമ്മളിങ്ങനെ സിസ്കിന്റെയും റിസ്കിന്റെയും കൺസെപ്റ്റ് പറയും, അതിന്റെ ഡിഫറൻസ് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ കൂടി പ്രാക്ടിക്കൽ ലെവലിൽ വരുമ്പോൾ, എന്ത് കേസ് ആണെങ്കിലും നമ്മൾ 2 ടൈപ്പ് ഉണ്ടെങ്കിലും പ്രാക്ടിക്കൽ ലെവലിൽ വരുമ്പോൾ ആ 2 കൺസെപ്റ്റിന്റെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള വേർഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ മിക്സഡ് ആയിട്ടായിരിക്കും ഒരു പ്രോസസ്സർ ഡിസൈനിങ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ റിസ്കിന്റെ ചില ക്യാരക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ എന്താണ് ഫിക്സഡ് ലെങ്ത് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്, സിസ്കിന്റെ നല്ലൊരു കൺസെപ്റ്റ് ആണ് എല്ലാ ഓപ്പറേഷൻസിനും ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. സോ എല്ലാ അഡ്വാൻറ്റേജസ് ഉള്ള അല്ലെങ്കിൽ ഇതായിട്ടുള്ള കൺസെപ്റ്റുകൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ്സർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് റിസ്കിന്റെയും സിസ്കിന്റെയും ഒരു കൂടിച്ചേർന്നിട്ടുള്ള ലൈക്ക് പ്യുവർ ഒരു റിസ്ക് അല്ലെങ്കിൽ പ്യുവർ ഒരു സിസ്ക് ആർക്കിടെക്ചറിൽ ബിലോങ് ചെയ്യുന്ന കൺസെപ്റ്റ് കുറവാന്നാണ് പറയുന്നത്. 2 കൺസെപ്റ്റിൽ നിന്നും അല്ലെങ്കിൽ 2 ആർക്കിടെക്ചറിൽ നിന്നും മിക്സ് ചെയ്ത രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ ലൈക്ക് ഒരു ഡിസൈനിങ് ആണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ അവിടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റിസ്ക് വേഴ്സസ് സിസ്ക് എന്ന് പറയുന്ന ആർക്കിടെക്ചർ ആ ഒരു കൺസെപ്റ്റിനകത്ത് വരുന്ന കണ്ടന്റ് ആണ് നമ്മളിന്ന് പറഞ്ഞത്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്, കാരണം അതിന്റെ ഒരു ലൈക്ക് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കമ്പാരിസൺ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഈ സിസ്ക് വേഴ്സസ് റിസ്ക് ആർക്കിടെക്ചറിനകത്ത് നമുക്ക് രണ്ടാമത് വരുന്ന ഒരു ടോപ്പിക് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ലെറ്റ് മീ ഷെയർ ദ പിപിടി. ഓക്കെ, അസംബ്ലർ ഡയറക്റ്റീവ്സും ഈ റിസ്ക് വേഴ്സസ് സിസ്ക് ആർക്കിടെക്ചറിന്റെ രണ്ടാമത്തെ ടോപ്പിക് ആയിട്ട് വരുന്നതാണ്. അസംബ്ലർ ഡയറക്റ്റീവ്സിനകത്ത് അസംബ്ലി ലാംഗ്വേജ് എന്താണ്, അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്താണ്, അസംബ്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇത് 3 പറയാനുണ്ട്. അതിന് അറ്റ്ലീസ്റ്റ് അസംബ്ലി ലാംഗ്വേജ് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അസംബ്ലി ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്, ലൈക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഫോർമാറ്റ്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഫോർമാറ്റ് എപ്പോഴും ബൈനറി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്ന 1s ഉം 0s ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് നമുക്കറിയാം. അതിന് നമ്മൾ എന്ത് വിളിക്കും, മെഷീൻ ലാംഗ്വേജ് എന്ന് വിളിക്കും. സോ ആ കമ്പ്യൂട്ടറിന്റെ മെഷീൻ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഹ്യൂമൻസിന് റീഡബിൾ അല്ല, ഹ്യൂമൻസിന് അണ്ടർസ്റ്റാൻഡബിൾ അല്ല. സോ ഹ്യൂമൻസിന് മനസ്സിലാകുന്ന രീതിയിൽ ആ കമ്പ്യൂട്ടറിന്റെ നേറ്റീവ് ലാംഗ്വേജ് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ is an instruction, is a human readable representation of the computer's native language. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ മെഷീൻ ലാംഗ്വേജിൽ എഴുതും. ആ മെഷീൻ ലാംഗ്വേജ് ഹ്യൂമൻസിന് മനസ്സിലാകുന്ന രീതിയിൽ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ റീഡബിൾ റെപ്രസെന്റേഷൻ ഓഫ് മെഷീൻ ലാംഗ്വേജ് ആണ് എന്ന് വിളിക്കുന്നത് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓരോ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനകത്തും ഒരു ഓപ്പറേഷൻ, എന്ത് ഓപ്പറേഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത് അതുണ്ടാകും, ഓപ്പറാൻസും ഉണ്ടാകും. ഓപ്പറാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ഡേറ്റയിലാണ് നമുക്ക് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്, അതാണ് ഓപ്പറാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനകത്ത് 2 കൺസെപ്റ്റ് വരുന്നുണ്ട്. ഒന്ന് ഓപ്പറേഷൻ, ഏത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം ഓപ്പറാൻസ്, ഏത് ഓപ്പറാൻസിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇനി അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്,
നിമോണിക് എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു അസംബ്ലി ഇൻസ്ട്രക്ഷൻ നമ്മൾ എഴുതണമെങ്കിൽ ആ അസംബ്ലി ഇൻസ്ട്രക്ഷനിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം, അത് പെർഫോം ചെയ്യുന്ന ഓപ്പറാൻഡുകൾ ഉണ്ടായിരിക്കണം. സോ അതിനു വേണ്ടിയിട്ട് ഈ ഓപ്പറേഷനെ ഇംപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോഡിനെയാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. നിമോണിക്സ് ആൻഡ് ഓപ്പറാൻഡ്സ് ഉദ്ദേശിക്കുന്നത് ഓരോ ഇൻസ്ട്രക്ഷനിലും ഒരു നിമോണിക് ഉണ്ടാകും. നിമോണിക് എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ് ആഡ്, സബ്, പ്രൊഡ്, സ്റ്റോർ, ലോഡ് എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞ കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്താണ്? ഒരു നിമോണിക് കോഡുകളാണ്. ഈ നിമോണിക് കോഡുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസംബ്ലി ലാംഗ്വേജിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഡുകളാണ്. സോ ഈ നിമോണിക് കോഡിന്റെ കൂടെ ഏത് ഓപ്പറൻറ്റിലാണ് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്, എയും ബിയും തമ്മിൽ കൂട്ടാനാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ നിമോണിക് കോഡായ ആഡ് കഴിഞ്ഞിട്ട് എ കോമ ബി എന്ന് കൊടുത്താൽ മതി. നമ്മളിപ്പോ പറഞ്ഞൊരു ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് ആഡ് എ കോമ ബി എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്ന ഒരു കോഡാണ്. അതിന്റെ അകത്ത് ആഡ് എന്ന് പറയുന്ന പാർട്ടാണ് നിമോണിക് കോഡ്, ഏത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ഇനി എ കോമ ബി എന്ന് പറയുന്നത് ഓപ്പറാൻഡുകളാണ്, ആ ഓപ്പറാൻഡിലാണ് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ആമേ ക്ലിയർ? മനസ്സിലാവുന്നില്ലേ? പോയോ പിള്ളേരെ? ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. എന്താ അസംബ്ലി ലാംഗ്വേജ് കോൺസെപ്റ്റ് ആണോ? ഓക്കെ, അസംബ്ലി ലാംഗ്വേജിനകത്ത് നമ്മൾ പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, എയും നിങ്ങൾക്ക് ഇത് ക്ലിയർ അല്ലാന്ന് തോന്നുന്നു അല്ലെ. എ ഈക്വൽ ടു ബി പ്ലസ് സി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ഈക്വൽ ടു ബി പ്ലസ് സി, അതായത് ബിനെയും സിനെയും ആഡ് ചെയ്തിട്ട് നമ്മൾ എയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് നമ്മൾ ഒരു ഹയർ ലെവൽ, ഒരു ഹൈ ലെവൽ ലാംഗ്വേജ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി പ്ലസ് സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹൈ ലെവൽ ലാംഗ്വേജിന്റെ കമ്പൈലറിന് അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിന് മനസ്സിലാകാൻ പറ്റും ഡയറക്റ്റ് ആ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യാനും ബിനെയും സിനെയും ആഡ് ചെയ്ത് അതിൽ കിട്ടുന്ന വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്യാനാണെന്ന് മനസ്സിലാകും. എന്നാൽ ഒരു അസംബ്ലി ലാംഗ്വേജിലാണ് നമ്മൾ അത് റൈറ്റ് ചെയ്യുന്നത് എങ്കിൽ ആഡ് എ കോമ ബി കോമ സി എന്ന് വേണം എഴുതാൻ. അവിടെ ആഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സെക്ഷൻ, ഈ ആഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ സെക്ഷൻ ആണ് നിമോണിക് കോഡ്. നിമോണിക് കോഡ് എന്ന് ചോദിച്ചാൽ എന്ത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണോ നമ്മൾ പെർഫോം ചെയ്യുന്നത്, ആ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, ആ ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആ ഓപ്പറേഷന്റെ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കുറെ നിമോണിക് കോഡുകളുണ്ട്. അഡീഷൻ ആണെങ്കിൽ ആഡ് എന്ന് പറയും, സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ സബ് SUB എന്ന് പറയും, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പ്രൊഡക്റ്റ് PROD അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇനി റീഡ് ചെയ്യാനാണെങ്കിൽ ലോഡ്, റൈറ്റ് ചെയ്യാനാണെങ്കിൽ സ്റ്റോർ, ഇതെല്ലാം എന്താണ്? നിമോണിക് കോഡുകളാണ്. ഈ നിമോണിക് കോഡുകൾ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ഓപ്പറേറ്ററിന് പകരം യൂസ് ചെയ്യുന്ന എന്ത് ഓപ്പറേഷൻ ആണോ യൂസ് ചെയ്യേണ്ടത് ആ ഓപ്പറേഷന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ നിമോണിക് കോഡുകളുടെ കൂടെ തന്നെ ഈ നിമോണിക് കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഏത് ഡേറ്റയിലാണോ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്, നിമോണിക് കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഏത് ഡേറ്റയിലാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ എ കോമ ബി കോമ സി എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ബിയും സിയും ആഡ് ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്യണം. ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ ആണോ? ഇന്നത്തെ എയും ബിയും സിയും ആണ് ഓപ്പറാൻഡുകൾ. ആഡ് എന്ന് പറയുന്നത് ഒരു ന്യൂമോണിക് കോഡാണ്. ആഡ് എന്ന് പറയുന്നത് ന്യൂമോണിക് കോഡും ABC എന്ന് പറയുന്നത് ഓപ്പറാൻഡുകളുമാണ്. ഓപ്പറാൻഡുകളിലാണ് നമ്മൾ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഒരു അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനകത്ത് എപ്പോഴും ഒരു ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം, ഓപ്പറാൻഡുകളും ഉണ്ടായിരിക്കണം. ആ ഓപ്പറേഷൻ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോഡുകളെയാണ് ന്യൂമോണിക് കോഡുകൾ എന്ന് പറയുന്നത്. ഏത് ഓപ്പറാൻഡുകളിലാണോ അല്ലെങ്കിൽ ഏത് ഡേറ്റയിലാണോ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അതിനെയാണ് ഓപ്പറാൻഡുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ അവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഓപ്പറാൻഡുകൾ ഉണ്ട്. സോഴ്സ് ഓപ്പറാൻഡുകളുണ്ട്, ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡുകളുണ്ട്. സോഴ്സ് ഓപ്പറാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അഡീഷന്റെ കേസിലാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ബിയും സിയും ആഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പൊ ബിനെയും സിനെയും തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ എന്തിനെ തമ്മിലാണോ ആഡ് ചെയ്യുന്നത് അതാണ് സോഴ്സ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ആ ആഡ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിന് നമ്മൾ ഏത് ഓപ്പറാൻഡിലേക്കാണോ സ്റ്റോർ ചെയ്യുന്നത് അതിനെയാണ് ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്.
സോ എ ഈക്വൽ ടു ബി പ്ലസ് സി എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആഡ് എ കോമ ബി കോമ സി എന്ന് പറയുന്ന അസംബ്ലി ലാംഗ്വേജ് കൺസെപ്റ്റിനകത്ത് എ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിയും സിയും സ്റ്റോർ ചെയ്ത് ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ തമ്മിലാണോ അഡീഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നടത്തുന്നത് അതാണ് സോഴ്സ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. സ്പീഡ് ആയി പോയോ, മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഒന്നുകൂടെ.